ഫ്രണ്ട്സ്, നമ്മൾ ഇന്നൊരു സ്നാക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഒരു കപ്പ് ഗോതമ്പ് പൊടി ഉണ്ടെങ്കിൽ നമുക്ക് ഈ സ്നാക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. നമുക്കൊരു പാത്രത്തിലേക്ക് ഒരു കപ്പ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ കയ്യിലുള്ള ഏത് വെജിറ്റബിൾ ഓയിൽ ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്തിട്ട് ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കുന്നത് പോലെ ഒന്ന് കുഴച്ചെടുക്കാം കേട്ടോ. ഇനി നമുക്കിത് കുറച്ച് ടൈം ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെക്കാം. ഈ ഒരു ടൈം കൊണ്ട് നമുക്ക് ഇതിനുള്ള മസാല തയ്യാറാക്കാം. ചൂടായ പാനിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1/4 ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം. മീഡിയം സൈസിലുള്ള ഒരു സവാള നീളത്തിൽ അരിഞ്ഞത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. പെട്ടെന്ന് വഴഞ്ഞ് കിട്ടാൻ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. അര ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നമ്മളിതിൽ എരിവിന് വേണ്ടിയിട്ട് ഒരു പച്ചമുളക് ചെറുതായി വട്ടത്തിൽ അരിഞ്ഞതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അര ടീസ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 1/4 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നമ്മളിവിടെ എരിവിന് വേണ്ടിയിട്ട് ഒരു പച്ചമുളക് മാത്രമേ കേട്ടോ ചേർത്തിട്ടുള്ളത്. ഇനി നമുക്ക് എരിവ് കൂടുതലൊക്കെ വേണമെങ്കിൽ നമുക്ക് കുരുമുളക് പൊടിയോ പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടൊക്കെ ചെയ്യാം കേട്ടോ. ചെറുതായി അരിഞ്ഞ ഒരു തക്കാളി കൂടി ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇത് ലോ ഫ്ലെയിമിലിട്ട് 2 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ വഴഞ്ഞ് കിട്ടും കേട്ടോ. ഇവിടെ ഇപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ട് ഉടഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മസാല തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതിപ്പോൾ നമ്മൾ 7 ഉരുളകളാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ കയ്യിലൊന്ന് എണ്ണ പുരട്ടിയതിന് ശേഷം ഇതിങ്ങനെ കയ്യിൽ വെച്ചൊന്ന് പരത്തിയെടുക്കാം കേട്ടോ. ഈ ഒരു വലുപ്പത്തിൽ വേണം നമ്മൾ പരത്തിയെടുക്കാൻ. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ മസാല കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതിങ്ങനെ റോൾ ചെയ്തെടുക്കാം കേട്ടോ. നമുക്കിതിൽ വേണമെങ്കിൽ പുഴുങ്ങിയ മുട്ടയോ ചിക്കനൊക്കെ ചേർത്ത് കൊടുക്കാം. അതൊക്കെ നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് ചെയ്യാം കേട്ടോ. ഇപ്പോൾ നമ്മളിങ്ങനെ റോൾ ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമ്മളെ കട്ട്ലേറ്റിൻ്റെ ഒക്കെ ഷേപ്പിൽ നമുക്കിതൊന്നും ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് തയ്യാറാക്കിയെടുക്കാം. ചൂടായ പാനിലേക്ക് നമ്മൾ 1 ടീസ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഓരോ സ്നാക്കും വെച്ച് കൊടുക്കാം.
എണ്ണ നന്നായി ചൂടായതിന് ശേഷം നമ്മളൊരു ലോ ഫ്ലെയിമിലിട്ട് വേണം കേട്ടോ ഇത് കുക്ക് ചെയ്തെടുക്കാൻ. എന്നാലുള്ളൂ ഇതിൻ്റെ ഉള്ളൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടുള്ളൂ കേട്ടോ. ഇങ്ങനെയുള്ള സിമ്പിൾ റെസിപ്പീസൊക്കെ കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ എന്ന ബട്ടൺ പ്രസ് ചെയ്യാൻ ആരും മറക്കരുത് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. ഇതിൻ്റെ ഒരു സൈഡ് കുക്കായിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ. മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ട് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്തിട്ട് വേണം കേട്ടോ നമ്മുടെ ഈ സ്നാക്ക് തയ്യാറാക്കി എടുക്കാൻ. ഹൈ ഫ്ലെയിമിലിട്ട് ആരും ചെയ്യരുത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളൊന്നും കുക്കായി കിട്ടില്ല, ഒരു ടേസ്റ്റും ഉണ്ടാവില്ല കേട്ടോ. ഇത് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടണം. അപ്പോൾ നമ്മൾ ലോ ഫ്ലെയിമിൽ തന്നെ ചെയ്യാം കേട്ടോ. നമ്മുടെ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ബാക്കിയുള്ളതും കൂടി ഇങ്ങനെ തയ്യാറാക്കിയെടുക്കാം. നല്ല ക്രിസ്പിയായി നല്ല ടേസ്റ്റുള്ള സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കൊരു കപ്പ് ഗോതമ്പ് പൊടി ഉണ്ടെങ്കിൽ ഇങ്ങനത്തെ 7 സ്നാക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.